ഞങ്ങളെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അങ്കിൾ. ഞങ്ങളുടെ ആവശ്യത്തിനാണല്ലോ അച്ഛൻ വന്നത്. ചെറിയൊരു അശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നുള്ളത് സത്യം അമ്പിളി. അതിൽ വരുമെന്നുള്ള ടെൻഷനിൽ നമ്മൾ അമ്മാവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ശ്രമിച്ചു. ഇനി അതങ്ങനെ അമ്മാവനെ മനസ്സിലാക്കാണോ അങ്കിൾ? ഇനിയിപ്പോ അണ്ണന്റെ മിസ്സിങ്ങില് ആദിൽ എന്തെങ്കിലും പങ്കുണ്ടാവോ? അണ്ണൻ പുറത്തിറങ്ങിയ ശേഷം അണ്ണനും ആദിലും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിലോ? അല്ല, അങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ആദിൽ അമ്മാവനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും എന്നാണോ? അങ്ങനെ ആവണമെന്നില്ല. ആദില് എല്ലാം അണ്ണനോട് പറയുകയും അണ്ണൻ അത് വിശ്വസിക്കുകയും ചെയ്താൽ അണ്ണന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പ്രതിഷേധത്തിന് സാധ്യതയില്ലേ? അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ അണ്ണനും ആദിലും ഒന്നിച്ചായിരിക്കും ഇനി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. വരട്ടെ, അമ്മാവനൊന്ന് വന്നു കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് നേരിടാമല്ലോ അങ്കിൾ. അങ്കിളെ, അമ്മാവനെ വിളിക്കുന്ന എടുത്തോ. ഒന്ന് വേഗം എടുക്കരുത് കേട്ടാ. ഹലോ അമ്മാവ, അമ്മാവനിത് എവിടെയാ? അമ്മാവ, ഞങ്ങളെല്ലാവരും ഇവിടെ പേടിച്ചിരിക്കുക. പേടിക്കണ്ട രഘു, ആനന്ദം മാഷ് സുഖമായിരിപ്പുണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അമ്മാവനോടെ പറഞ്ഞില്ലേ രഘു, മാഷ് സുഖമായിരിപ്പുണ്ട്. താനാരാ? ആരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക് രഘു. മാഷ് ക്ഷണിച്ചിടത്തേക്ക് ഞാൻ വന്നില്ല, പകരം ഞാൻ ക്ഷണിച്ചിടത്തേക്ക് മാഷ് വന്നു. അനന്തൻ മാഷിനെ ആദിലിങ്ങ് കൊണ്ടുവന്നിരിക്കൂ. വേണ്ട വേണ്ട രഘു, ഈ രാത്രിയിലെ നീ വെറുതെ ഊർജം കളയണ്ട. വലിയ സംരംഭമൊക്കെ തുടങ്ങിയതല്ലേ, അതിന്റെ ക്ഷീണം കാണും. ഇന്ന് രാത്രി നീ സുഖമായിട്ട് ഉറങ്ങ്. ഞങ്ങളും ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് നാളെ സംസാരിക്കാം. അങ്ങോട്ട് അതുകൊണ്ട് വിളിക്കേ. വിളിക്കാം. സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫ്. ശബരേട്ടാ, ശബരേട്ടനാണോ താഴേന്ന് പത്രം എടുത്തോണ്ട് വന്നത്? ദാനേട്ടൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ, അളിയന് ലോട്ടറിയുടെ റിസൾട്ട് നോക്കാനാ, അല്ലാതെ പത്രം വായിക്കാനൊന്നുമല്ല. അച്ഛൻ നോക്കിക്കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇന്നെന്താ പത്രത്തില് കാര്യമായിട്ട് നോക്കുന്ന? അച്ഛന്റെ മിസ്സിങ്ങില് ശബരേട്ടന് വേറെന്തെങ്കിലും സംശയമുണ്ടോ? ഏയ്, അച്ഛന് ഒരു ദിവസം ഫോണിൽ കിട്ടിയില്ലെന്ന് വെച്ച് വേറെ എന്ത് സംശയിക്കാനാ? ഇന്ന് നേരം വിളിക്കുമ്പോഴേക്കും അച്ഛനെ കണ്ടെത്തിയിരിക്കുന്നല്ലേ രഘുവേട്ടൻ പറഞ്ഞത്? അതെ, ഗാർമെന്റ്സിൽ നമ്മൾ അറിയാത്ത എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ശബരേട്ട. അല്ലെങ്കിൽ എവിടേക്കാണെന്ന് പോലും പറയാതെ അച്ഛൻ ഇറങ്ങി പോകില്ല. വേറെന്ത് പ്രശ്നം ഉണ്ടാവാനാ? വിനയന്റെ അമ്മയും മാമനും വന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമെന്നാണോ നീ പറയുന്നത്? ഏയ്, അതിന്റെ പേരില് പിന്നെ സംസാരമൊന്നും ഉണ്ടാവാൻ ഇടയുണ്ടാവില്ല. ഒന്നാമത് വിനേട്ടന്റെ കാര്യത്തിൽ ഇടപെടാൻ അച്ഛന് പോലും ഇപ്പൊ വലിയ താല്പര്യമൊന്നുമില്ല. ആ, അച്ഛൻ ആദ്യത്തെന്ന് പറഞ്ഞ ഒരാളെ വെയിറ്റ് ചെയ്തിരുന്നില്ലേ? രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും അയാള് വരുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനി ആദ്യത്തെ വന്നതുമായി ബന്ധപ്പെട്ട് അതിന് അങ്ങനെ ഒരാൾ വന്നോന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും രഘുവേട്ടൻ എന്ന് അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നില്ലെങ്കിൽ നമുക്ക് ആദിത്യന്റെ കാര്യങ്ങൾ കൂടി ചോദിക്കാം.